യൂസേജ് അനുസരിച്ച് നമ്മൾ ഇപ്പൊ ലൈക്ക് 4000 രൂപ ബില്ലാണ് നമുക്ക് നോർമലി വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 8000 രൂപയുടെ യൂസേജ് നമ്മൾ സോളാർ വെച്ചാൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ വാട്ട് നിങ്ങൾക്ക് അത് പറ്റുമെന്നുള്ള ഒന്നുകൂടെ ആലോചിച്ചിട്ട് 3 ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ 5 തന്നെ ആയിരിക്കും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞത്. എനിക്കിപ്പം ചില സമയത്ത് തോന്നാറുണ്ട് 5 ആയിരുന്നെങ്കിൽ, കാരണം ഡെഫിനറ്റ്ലി 5 ഡിസ്കസ് ചെയ്തപ്പം 2-3 കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ഒന്ന്, ഇപ്പം ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്നില്ല, EV യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ 5 ഓപ്റ്റ് ചെയ്യാഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നോളജി ഭയങ്കരമായിട്ട് മാറുന്നത് കൊണ്ട് പിന്നീടാണെങ്കിൽ എനിക്ക് വെക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. പിന്നെ 78,000 രൂപ സബ്സിഡി ഉള്ളൂ, അത് 3 കിലോട്ട് വെച്ചാൽ 78,000 ഉള്ളൂ, 5 കിലോട്ട് വെച്ചാൽ 78,000 ഉള്ളൂ. അപ്പൊ എനിക്ക് സബ്സിഡിയുടെ കേസിൽ വേറെ റേറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, പിന്നീട് വേണമെങ്കിൽ ഒരു ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു കണക്ഷൻ ആയിട്ട് തന്നെ, കണക്ഷൻ മീൻസ് പുതിയൊരു ചെയ്യാം, എന്നിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ 3 തൽക്കാലം ചൂസ് ചെയ്തത്. പിന്നെ ബാങ്ക് ലോണിൽ അതായത് 3 കിലോ വാട്ട് വരെ എനിക്കൊന്ന് 7% ഇൻട്രസ്റ്റേ ഉള്ളൂ. 3 എബോവ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 കിലോ വാട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 9 പോകാം. അത് ഡിപ്പെൻസ് അപ്പോൺ 9 or 9.2 സിബിൽ സ്കോർ അനുസരിച്ചിട്ടായിരുന്നു. അപ്പൊ 9.5 അത്രയും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓക്കെ, അത് അന്നേരം നോക്കാം. ഇപ്പൊ തൽക്കാലം 7% പോട്ടെ. അപ്പൊ ഇൻട്രസ്റ്റും ഇങ്ങനെ കളഞ്ഞു പോകും, ബാക്കി നമുക്ക് വേണമെങ്കിൽ പിന്നീട് വെക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ 3 ചൂസ് ചെയ്തത്. പക്ഷേ ഐ ആം സാറ്റിസ്ഫൈഡ്, കാരണം ബിക്കോസ് ഈ ഒരു ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ബില്ലും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ, ഈവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ മിനിമലിനെ കാട്ടി വളരെ ചെറിയത്, അത് നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഇതായിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഇൻഡിക്കസ് ഗ്രൂപ്പിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നല്ല വർക്ക് തന്നെയാണ്. ഈവൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ആര് റെക്കമെൻഡ് ചെയ്താലും നിങ്ങൾ കുറെ കൊട്ടേഷൻസ് എടുത്ത് നോക്കുക, എന്നിട്ട് ദെൻ കമ്പയർ. നിങ്ങൾ ഇപ്പൊ ആണെങ്കിൽ ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട് ഓൺലൈനിൽ, നമുക്ക് കമ്പയർ ചെയ്യാൻ ഏത് പാനൽ വേണം, ഏത് വേണം, ഇഷ്ടംപോലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഇതുപോലെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിരുന്നു. എന്നിട്ടാണ് ഞാനും ഇതുപോലെ പല ഇതിലേക്കുള്ള ഡിസിഷൻ എത്തിയത്. സോ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇൻഡിക്കസ് ഗ്രൂപ്പിൽ. ഓക്കെ, ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ.